അർജന്റീനയിലും ബ്രസീലിലും ഫുട്ബോൾ ആരാധകരുടെ കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ മടി കാണിക്കുന്ന സമയം അവരെ ഭയപ്പെടുത്തി കഴിപ്പിക്കാൻ പറയുന്നൊരു പേരുണ്ടത്രേ. അത് ജർമ്മനി വരുമെന്ന്. 12 വർഷത്തിന് ശേഷം വളർന്നു വലുതായ കുട്ടികളായിരുന്നു ജർമ്മനി തീരാൻ ഇന്നലെ കാത്തിരുന്നത് പോലും. പക്ഷേ പഴയ ക്രൈം ഹിസ്റ്ററി എടുത്തങ്ങ് നിരത്തിയാൽ അറിയാം അവർ ചെയ്തു കൂട്ടിയത് എന്താണ് എന്ന്. അത് ഇതാ പഴയ ജർമ്മനിയുടെ DNA ആണ്. അതായത് ആ പഴയ ജർമ്മനി വരുന്നുണ്ട് എന്ന്. മലയാളം മൂവിയിൽ ഒരു ഡയലോഗുണ്ട്. ചത്തെന്നുറപ്പുവരുത്തി കുഴിച്ചിട്ട് അതിന് മുകളിൽ ചുടലത്തെങ്ങും വെച്ച് അതിന് പൊടിപ്പുണ്ടോ എന്ന് ഉറപ്പാക്കിയിട്ടേ നീയൊക്കെ പോകാവൂ എന്ന്. അതുപോലെയാണ് ജർമ്മനി പറയുന്നത്. തങ്ങളെ തീർത്തു എന്ന് ഉറപ്പിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ ആ കുഴിയിൽ നിന്നും എഴുന്നേറ്റ് വരുമെന്ന്. കഴിഞ്ഞ 2 ലോകകപ്പുകളിൽ ഗ്രൂപ്പ് സ്റ്റേജിൽ ചെറിയ ടീമുകളുടെ കെണിയിൽപ്പെട്ട് അപ്രതീക്ഷമായി പുറത്താകേണ്ടി വന്ന നാണക്കേടിൻ്റെ ചരിത്രം ജർമ്മനിയെ വല്ലാതെ വേട്ടയാടുന്നുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ ആ വിധി മാറ്റിയെഴുതുവാൻ തന്നെയാണ് തങ്ങൾ വന്നിരിക്കുന്നതെന്ന് ജൂലിയൻ നഗൽസ്മാൻ്റെ ജർമ്മനി ഇന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നുണ്ട്. അക്രമ ഫുട്ബോളിൻ്റെ അതിശക്തമായ തരംഗമാണ് ഇന്ന് ആ ഗാലറിയും ഈ ഫുട്ബോൾ ലോകവും ഒട്ടാകെ സാക്ഷിയായത്. 30-ാം മിനിറ്റിൽ കെസയിലൂടെ നേടുന്ന ലീഡ് കൃത്യമായി നിലനിർത്തുക മാത്രമല്ല ഐവറി ചെയ്തത്. ജർമ്മനി പോലും ചിന്തിക്കാത്ത തരം ജർമ്മനിയെ തീർക്കാൻ പാകത്തിന് അറ്റാക്കുകളും അവരുടെ വശത്തുണ്ടായിരുന്നു. മറുപുറത്താകട്ടെ മുസിയാലയും സനയും ഫ്രിറ്റ്സും തുടങ്ങിയ ജർമ്മനിയുടെ സർവ്വാക്രമണങ്ങളും ഐവറി ക്ലോസ് ചെയ്യുമ്പോൾ ഒരിക്കൽ കൂടി മറ്റൊരു അട്ടിമറിയുടെ കഥയിൽ അകപ്പെടുമെന്ന് കരുതിപ്പോയിരുന്നു. എന്നാൽ നഗൽസ്മാൻ്റെ കയ്യിൽ എന്തിനും തീർക്കാൻ ശേഷിയുള്ള പ്രൊഫൈലുകളുണ്ട്. അതിനങ്ങ് ഇറക്കി വിടുന്നുമുണ്ട്. ഉണ്ടവരിറങ്ങിയാൽ ഗോൾ വരുമെന്ന് മത്സരത്തിൻ്റെ 60-ാം മിനിറ്റിൽ പ്രൂവ് ചെയ്യുന്നുണ്ട്. നിരന്തര അറ്റാക്കുകളൊടുവിൽ ജർമ്മനി 90+4 ഐവറിയെ തീർത്ത് കളയുന്നുണ്ട്. അതും അതേ ഉണ്ടോവ് തന്നെ. എ കംപ്ലീറ്റ്ലി ജർമ്മൻ കംബാക്ക്. തൻ്റെ ഉയരക്കുറവിനെ പരിഹസിച്ച ലോകത്തോടുണ്ടോവിൻ്റെ മറുപടി ജർമ്മനിയുടെ ഉറപ്പിനെ താങ്ങുകയാണ്. തീർന്നു വന്ന കഥ കേട്ട് ആഘോഷിക്കാൻ കാത്തിരുന്നവരുടെ കഥ തീരും തരത്തിൽ ജർമ്മനിയുടെ തിരിച്ചുവരവ്. അത് സംഭവിക്കുമ്പോൾ അതിൻ്റെ അമരത്തുണ്ടാവുമെന്ന സൂപ്പർ സബ് തിളങ്ങി നിൽക്കുന്നത് കാണാം. ഐവറി കോസ്റ്റ് അവസാന നിമിഷം വരെ പോരാടിയെങ്കിലും ജർമ്മനിയുടെ അതിവേഗ ഫുട്ബോളിന് മുന്നിൽ അവർക്കൊടുവിൽ പരാജയം വരിക്കേണ്ടി വരുന്നുണ്ട്. ജർമ്മനി ഈ മത്സരത്തിലുടനീളം സംസാരിച്ചത് ഒരു വലിയ സന്ദേശമാണ്. ചെറിയ ടീമുകൾ തങ്ങൾ അട്ടിമറിച്ചിരുന്ന പഴയ കഥകളുടെ സംഹാരം ദാ ഇവിടെ ആരംഭിക്കുകയാണ്. അത് തോൽവി ഉറപ്പാക്കുന്നതുവരെ ആക്രമണം നിർത്താത്ത ആ പഴയ ജർമ്മൻ മെഷീൻ തിരിച്ചെത്തിയിരിക്കുന്നു. ഓർക്കുക, ഇത് ജർമ്മനിയാണ്. അവർ വീണിടത്തു നിന്നും എഴുന്നേറ്റ് വരും. ഈ വിജയം വെറും ഒരു 3 പോയിന്റ് മാത്രമല്ല, മറിച്ച് വരാനിരിക്കുന്ന വമ്പൻ വേദികളിൽ തങ്ങൾ ഒരുക്കാൻ പോകുന്ന ശക്തമായ മുന്നറിയിപ്പ് കൂടിയാണ്. ടൈമാൻ ഷർഫ്, ഞങ്ങളുടെ പഴയ സിംഹാസനം തിരിച്ചെടുക്കുവാൻ തന്നെയാണ് ഈ വരവ്. അങ്ങനെ വന്നതെല്ലാം ജർമ്മനി നേടിയിട്ടുമുണ്ട്. അത് അവസാനിപ്പിക്കാൻ കഴിയാത്തതൊന്നും അവർ തുടങ്ങി വയ്ക്കാറുമില്ലല്ലോ.